അധികമാരും ഉണ്ടാക്കി കഴിക്കാത്തതാണ് ഈ തമുക്ക്. തമുക്ക് ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ഒരു പെടല് പാളയംകുടം പഴം ആണ് എടുത്തിരിക്കുന്നത്. അതാണ് നല്ലത്, അധികം പഴുത്തു പോകണ്ട. അപ്പം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ചെറുതുമല്ല, ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് അല്പം കട്ടിയായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ നല്ലൊരു കട്ടിയുള്ള ചീനിച്ചട്ടി അടുപ്പേ വെച്ച് നന്നായിട്ട് ചൂടായി അതിലേക്ക് നമ്മൾ ഈ ചോറിനുള്ള വെളുത്ത അരി ഉണ്ടല്ലോ, ആ അരി, പച്ചരി എടുക്കരുത്, നമ്മുടെ കുത്തരി. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് ചൂടായ ചട്ടിയിലിട്ടൊന്ന് ഇളക്കി അത് പൊരിഞ്ഞ് വരുമ്പോൾ, നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിനെ ഓഫ് ചെയ്തെടുക്കാം. കുറച്ച് അരി ഇപ്പം ഇതുപോലെ വറുത്തെടുത്തു. ഇനിയിപ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതിനൊന്ന് തരിതരിപ്പായിട്ട് റവയുടെ ടൈപ്പിലൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ വേറൊരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ ചെരുകിയതുണ്ട്, ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുത്ത് തേങ്ങയും ഒക്കെ നന്നായിട്ട് യോജിച്ച്, ഇപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ നല്ലതായിട്ട് തണുത്തു. അപ്പം അല്പം ഇങ്ങനെ ശകലം ലൂസായിട്ടാകട്ടോ ഇരിക്കുന്നത്, അങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ പഴയിട്ട് അങ്ങോട്ട് പഴയിടാം. പഴയിട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയിട്ട് ഒന്നിങ്ങനെ ഇളക്കാം. ഇളക്കി കഴിയുമ്പോൾ നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ അരിയുടെ അത് അല്പം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ നമുക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തു. ഇനി നിങ്ങൾ പൊടി ഇട്ട് കഴിയുമ്പോൾ അല്പം കട്ടിയായി പോയാൽ തന്നെ അല്പം ശർക്കര നീരൊഴിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം.